ഇനി മറ്റൊന്ന് പറയട്ടെ, താൽക്കാലിക സുഖത്തിന് വേണ്ടി നമ്മളൊക്കെ പലതും ചെയ്യാറ് പതിവുണ്ട് അല്ലേ? എന്നാൽ ഈ താൽക്കാലിക സുഖം നീണ്ടു നിൽക്കില്ല. അത് വളരെ സത്യമാണ്. ഒരു മുസ്ലിമായ ഒരു പുരുഷൻ ഒരു അമുസ്ലിമായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് മുസ്ലിമാക്കി. അതെന്തല്ല നന്മയാണെന്ന് പറയാൻ വകുപ്പില്ല. കാരണം ഇവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ അമുസ്ലിമിനെ മുസ്ലിമാക്കിയത്. അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു നല്ല കാര്യമായിട്ട് കാണേണ്ടത് ഇല്ല. അതേപോലെ നിക്കാഹ് കഴിയാതെ ഒളിച്ചോടുന്ന സമ്പ്രദായം, ഒളിച്ചോടിയിട്ട് മാരേജ് ചെയ്യുക അല്ലേ, രജിസ്റ്റർ മാരേജ് ചെയ്യുക. ഈ രജിസ്റ്റർ മാരേജ് നമ്മുടെ ഇസ്ലാമിൽ ഷാഫി മദ്ഹബിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മഹല്ലുമായി ബന്ധപ്പെട്ട് നിക്കാഹ് നടത്തിയതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ്റിന് തീരുമാനമാണെങ്കിൽ അത് നടപ്പിൽ വരുത്താം. അതല്ലാതെ നിക്കാഹ് കർമ്മം ചെയ്യാതെ മാതാപിതാക്കൾ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ ഒരു കാര്യവും കൂടി നാം വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതാകുന്നു. അപ്പോൾ പ്രേമവിവാഹം നല്ലതല്ല എന്ന് പറഞ്ഞു, അഥവാ ഒളിച്ചോട്ടം അല്ലേ, ഒളിച്ചോടി വിവാഹം കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്, മാതാപിതാക്കളുടെ അനിഷ്ടത്തിന് വിധേയരായി നാം ഒന്നും ചെയ്യരുത്, മുഴുവനും അവർക്ക് നാം വിട്ടുകൊടുക്കുക. ഇങ്ങനെയാണ് നല്ല കുട്ടികളുടെ, നല്ല ചെറുപ്പക്കാരുടെ അവസ്ഥ. ഇതാണ് ഫുൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവർ പറയുമ്പോൾ നമ്മൾ അനുസരിക്കുക. നമുക്ക് ഒരു അഭിപ്രായം പറയാം, ഇന്ന രൂപത്തിലൊക്കെ വേണം, ഇന്ന കോലത്തിലൊക്കെ ആവണം എന്നൊരു അഭിപ്രായം ചെയ്യാം, നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ അവർ ഏതിനെ കൊണ്ട് കാണിച്ചു തന്നാലും, അത് വരനായിക്കോട്ടെ വധുവായിക്കോട്ടെ, ഏതിനെ കൊണ്ട് കാണിച്ചു തന്നാലും അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. കണ്ടോ? എന്താ കാരണം? നമുക്ക് സ്വന്തമായി തരാൻ വേണ്ടിയിട്ട് ഇല്ലേ? അതിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ? നമുക്ക് സ്വന്തമായിട്ട് തരയാൻ വേണ്ടി, നമുക്ക് വിട്ടു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കച്ചറ ഉണ്ടാക്കുന്നത്. ഏത് അവർ എന്തിനെ കൊണ്ട് കാണിച്ചു തന്നാലും, ഏത് രൂപത്തിലുള്ള കുട്ടിയെ കാണിച്ചു തന്നാൽ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ പറയും, നീ തരയും, നിന്നെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പറയും. ഇതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ നമുക്ക് തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്ന ആ വിവാഹബന്ധം, അതിലാണ് ബറക്കത്തുള്ളത്. നേരെ കേട്ട് മനസ്സിലാക്കുക, അതിലാണ് ബറക്കത്തുള്ളത്. നാം സ്വയം തിരഞ്ഞെടുക്കുന്നതിൽ അല്ല. അതും അല്ലെങ്കിൽ നാം സ്വയം തിരഞ്ഞെടുക്കുന്നതിൽ മാതാപിതാക്കൾ അംഗീകരിക്കണം. ഇനി അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാതാപിതാക്കൾ കൊണ്ടുവരുന്നതിനെ നാം അംഗീകരിക്കുമ്പോൾ അതാണ് കുറേ കൂടി നല്ലത്. ഇതിലാണ് ബർക്കത്തുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം സ്വീകരിക്കുക. അതല്ലെങ്കിൽ പല വിഷയത്തിലേക്കും നമ്മുടെ കാര്യങ്ങൾ എത്തിപ്പെടും. മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മഹല്ലുകാർ, നമ്മുടെ നാട്ടുകാർ, ഇങ്ങനെ കൂട്ടുകാർ, ഇങ്ങനെ എല്ലാവർക്കും സന്തോഷമുളവാക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹബന്ധമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിക്കണം. എൻ്റെ വിവാഹത്തിന്, സ്ത്രീ അവിടെ പുരുഷനായിക്കോട്ടെ, എൻ്റെ വിവാഹത്തിന് എൻ്റെ എല്ലാ കുടുംബങ്ങളും വേണം. ആർക്കും
ആരും മാറി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും വേണം, എല്ലാ കുടുംബങ്ങളും വേണം, എല്ലാ കൂട്ടുകാരും വേണം, എല്ലാ നാട്ടുകാരും വേണം, മഹല്ലുകാർ വേണം. അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി ഞാൻ വിവാഹിതയാവണം. ഇതിലാണ് അള്ളാഹുവിൻ്റെ ബറക്കത്തുള്ളത്. നാം ഈ ഒരു കാര്യങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം നാം ഒന്നും ചെയ്തുകൂടാ. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ കരീം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഭദ്രമായിരിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.